നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വചനം ഇരുട്ട് മൂടിക്കൊണ്ടിരിക്കും എന്നാണ്. സതകൂനു ഫിതനുൻ കഖിതായിൽ ലൈലിൽ മുദ്ലിം എന്നാണ്. ഇരുട്ട് വരുന്നത് പോലെ സമൂഹത്തിൽ, മനസ്സിൽ, കുട്ടികളിൽ, മുതിർന്നവരിൽ, നാട്ടിൽ, രാജ്യാന്തര പ്രശ്നങ്ങളിലൊക്കെ ഇരുട്ട് വന്നുകൊണ്ടിരിക്കും, ഫിത്തനകൾ വന്നുകൊണ്ടിരിക്കും, പരീക്ഷണങ്ങൾ. ഇരുട്ട് വരുന്നത് പോലെ എവിടുന്നാണിത് വന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെയൊക്കെ വളർത്തിയുണ്ടാക്കിയ കുട്ടി എങ്ങനെയാണ് ഇങ്ങനെ കേടുവന്നത് എന്ന് അറിഞ്ഞുകൂടാ. 2 വയസ്സുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ 1.5 വയസ്സുള്ള കുട്ടിക്ക് മുല കുടിക്കണമെങ്കിൽ പോലും മൊബൈൽ വേണം എന്ന ഒരു ചിന്ത ഈ കുട്ടിയുടെ മനസ്സിൽ ആര് പറഞ്ഞത് കൊടുത്തതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാ വീട്ടിൽ ചെന്നാലും ഉമ്മമാർ, മക്കളും പേരക്കുട്ടികളും പറയുന്നത് എന്തെങ്കിലും ഒരു മുറുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ മൊബൈൽ തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ പട്ടിണി കിടക്കും എന്നാണ്. എവിടുന്നാണ് ഈ കുട്ടികൾക്ക് ഈ ഒരു ചിന്ത വന്നത്? മുതിർന്നവർക്കും അങ്ങനെ തന്നെയാണ്. പണ്ഡിതന്മാർ സമൂഹത്തിൻ്റെ മുന്നിൽ നടക്കുന്നവരുടെ മുമ്പിലും ഒരുപാട് പരീക്ഷണങ്ങളാണുള്ളത്. വിദ്യാലയങ്ങളിൽ നിന്നാണ് കുട്ടികൾക്ക് സംസ്കാരവും നെല്ലും പതിരും തിരിയുന്ന ക്ലാസ് മുറികളിൽ, അവിടെയും പരീക്ഷണങ്ങളാണ്. ആർക്കും നിയന്ത്രിക്കാൻ വയ്യ. നബി പറഞ്ഞതാണ് ഇരുട്ട് വരുന്നത് പോലെയെന്ന്. നമ്മളിവിടെ കുറച്ചു നേരം ഇനി 1, 2, 3 പ്രഭാഷണങ്ങളും കൂടി കഴിഞ്ഞാൽ ഈ വെയിൽ പോകും. പിന്നെ അങ്ങനെ അന്തരീക്ഷം ഇരുണ്ട് വരും. എവിടുന്നാണ് ഇരുണ്ട് വന്നത്? കിഴക്ക് നിന്നാണോ പടിഞ്ഞാറ് നിന്നാണോ തെക്കോ വടക്കോ എവിടുന്നാണ് ഇരുട്ട് വന്നതെന്ന് അറിഞ്ഞുകൂടാ. മൊത്തം ഇരുണ്ട് പോകും. അതുപോലെ നമുക്കിടയിലൊക്കെ തന്നെ ഇരുട്ട് പല നിലക്കും വന്നിട്ടുണ്ട്. വിശ്വാസപരമായി, മനുഷ്യബന്ധങ്ങളുടെ കാര്യത്തിൽ അന്ന് തുടങ്ങി സാംസ്കാരികമായ എല്ലാ മേഖലകളിലും ഇരുട്ടാണ്. ഇസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. നല്ല വിശ്വാസിയായ ആത്മാർത്ഥതയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു മനുഷ്യന് വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നിഷേധിയായി മാറിയിട്ടുണ്ടാവും. ആരെ ഓനെ നിഷേധിയാക്കിയത്? നല്ല മുഅ്മിനായി ബിസ്മിൻ ചൊല്ലിയാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇത്ര മോശക്കാരനായത് എങ്ങനെയാണ് എന്ന് ആർക്കും പിടുത്തം കിട്ടാത്ത വിധത്തിൽ വൈകുന്നേരം രാവിലത്തെ വിശ്വാസി വൈകുന്നേരം അവിശ്വാസിയും, വയുംസി മുഅ്മിനൻ വയസ്ബിഹു കാഫിറ, വൈകുന്നേരത്തെ വിശ്വാസി നേരം പുലരുമ്പോഴേക്ക് അവിശ്വാസിയായി മാറിയിട്ടുണ്ടാവും എന്നിങ്ങനെ വിശ്വാസത്തെപ്പോലും ആരോ തട്ടിയെടുത്തു കൊണ്ടുപോകുന്ന സാമൂഹിക അപജയം സമൂഹത്തിൽ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. യബിയു ദീനഹു ബി അർളിൻ മിന ദുനിയാ ഖലീൽ. ഭൗതികമായ താൽക്കാലികമായ ഒരു നേട്ടം, എന്തെങ്കിലും ഒരു സ്ഥാനം, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ നേട്ടം, അല്ലെങ്കിൽ ഒരു ആസ്വാദനം, എന്തെങ്കിലും താൽക്കാലികമായൊരു സുഖം എന്നിങ്ങനെ ദുനിയാവിൻ്റെ എന്തെങ്കിലും ഒരു ഭൗതിക നേട്ടം ഉദ്ദേശിച്ചുകൊണ്ട് തൻ്റെ വിശ്വാസത്തെപ്പോലും നഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ പരീക്ഷണത്തിലേക്ക് വരുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. എത്രമാത്രം സത്യമാണിതെന്ന് നമുക്കിന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം.